So next, I would like to welcome Mr. Nico Sorian onto the stage to present the welcome speech. Thank you. Ladies and gentlemen, esteemed guests, and fellow members of our family community, I'm truly honored to welcome every one of you to our Patrick's Day celebration. Today, as we gather here to commemorate this special occasion, I'm delighted to extend a warm welcome to Reverend Father Sivan Nalabandra, Chaplain, Siromala Church, to the dance. Now, I would like to welcome Reverend Father Frank Ruben, Patrick's All Church, to this occasion. Unfortunately, he couldn't make it to raise us to this discussion. Next, I would like to invite Vinod Jose, our summer president, to dance. I would like to meet CEO Trustee, Sabbath Trustee, Special Commission. Next, I invite Josh Russell, Secretary, Israel Center, to the stage. Now I happily invite my co-trustee of Israel Center, Josh Holly, to the dance. The Terrible Communists, Vijay Joseph and Saint Sebastian to the stage. I welcome all of the senior leaders and our fiscal family who have graced us with their presence here. Your support and participation and immeasurable joy to our ministries. Together, let us embrace the spirit of camaraderie and spiritual renewal. Thank you for joining us in this celebration. Let us make this day memorable and uplifting for all. Thank you. Thank you for that, Mr. Nico. So next, we're going to have the annual report. I would like to welcome Mr. Joel Sebastian to give the annual report. Father Sabah Father Paul, Father Brian,
സ്നേഹമുള്ള സ്നേഹമുള്ള വേദിയായിരിക്കുന്ന മറ്റ് വ്യക്തികളെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ, നമ്മളുടെ തിരുനാളിൽ മംഗളേറെ സ്നേഹത്തോടെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ നേരുകയും നമുക്കറിയാം, നമ്മൾ ദേവാലയം കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ആളുകളാണ്. ഒരു വലിയ ബന്ധമാണ് ജീവിതത്തിൽ നമ്മൾ ദേവാലയത്തെ ഉണ്ട്. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ശൈലി എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ തിരുനാളിന്റെ ആഘോഷങ്ങളുടെ ഏറ്റവും പൂർണ്ണമായ ബലിയർപ്പണത്തിന് ശേഷം ഇവിടെ എത്തിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. പരസ്പരം സങ്കടങ്ങൾ, പരസ്പരം ബലഹീനതകൾ, കുറവുകൾ നമ്മൾ പങ്കുവെച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ പരിഹരിച്ച് നന്ദി അറിയിക്കുന്നത് നമ്മുടെ ശ്രീനുള്ള സഭ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിൽ പുതിയതായി പത്രം സ്വീകരിച്ച് നമ്മുടെ യോഗയിലേക്ക് പോകുന്ന പ്രൊസസിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെ ചുരുക്കത്തോടെ കൂടി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും സമയത്ത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന പ്രൊസസാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന് ഈ തിരുനാൾ കമ്മിറ്റിക്ക് വേണ്ടി ഉള്ള നന്ദി അറിയിക്കുന്നു. അതിലേക്ക് മുൻനിർത്തുന്നത് ഇതുവരെ ദൈനംദിന കാര്യങ്ങളിൽ എല്ലാം കൃത്യമായി നോക്കി വിശ്വാസത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും കൃത്യമായി ലഭിച്ചത് ഒരു സാധിക്കട്ടെ. അത് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. നമുക്ക് എക്സലന്റ് പരിപാടിയിലേക്ക്
Thomas Earl, Classical Devotional Dance by Fiona Davis, followed by Semi-Classical Dance by Angel Rubin. മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ തിരുനാമ മഹത്വത്തിൻ ജയഗീതം പാടും ഞാൻ അരികിൽ അണഞ്ഞിടും ജഗദീശ്വര ഗാഗ 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 ഗരി സനി രേ Panisa Nisani Panipa Gapaga Sari Sari Gari Gabani Rigapa Gabanisa Gabani Panisari Gari Sanisa Sani Sani Pagari Pani Pagari Gapaga Pagari Sanisa Mahal Sneham Mukha Bhavam Rakshadanam Abhiramam യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുന്നു ഞാൻ ആശ്രിത വത്സലനേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി
അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകളിൽ എന്നും വാഴുവാനായി കാൽവരി കുന്നിൽ सारी दुनिया में तेरे जैसा ना मिला कोई इस जहां में देखे हैं हजार सारी दुनिया में तेरे जैसा ना मिला कोई इस जहां में तेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है मेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है पापों से बचाता श्रापों से छुड़ाता करता है बड़े बड़े काम वन एंड ओनली यीशु नाम 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 पानी पे वो चलता है तूफानों को थमाता है पानी पे वो चलता है तूफानों को थमाता है आशीषें वो देता है हर रोगों को चंगा वो करता है पानी पे वो चलता है तूफानों को थमाता है आशीषें वो देता है हर रोगों को चंगा वो करता है तेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है तेरा स्टाइल ही सबसे अलग है खुदा मेरे तू ही कमाल है पापों से बचाता श्रापों से छुड़ाता करता है बड़े बड़े काम वन एंड ओनली यीशु नाम 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 वन एंड ओनली यीशु नाम
judges signal the Baalat destroyer to spin into action. Take out the Baalat and replace it with a good message. So now, let's enjoy a demonstration of the Baalat destroyer in action. Here's our first thought. Are you tired of being out of shape? What you need is a roll of the Muslim comments. Take your steroid base pills and watch your Muslim increase exponentially. Your bicycle will close. Your pecs will pop. Within days you'll be sporting a six-pack and a dream of a body. So call for free trial. You'll be amazed at the results. Order yours today. Jesus says in Matthew chapter 6, don't worry about your body or what you will eat or drink, for life consists of this. Don't you see that your heavenly Father already knows what you need and will take care of you? Wow, did you see the Baalat destroyer in action? Let's try another out. Are you sick of being broke all the time? Well, here's the solution to all your financial woes. What is it you ask? It's my book, 50 Rich, full of get-rich schemes, lies, and half-truths. You learn how to turn $10 into millions. I'll teach you how to cheat your friends, parents, neighbors, and all their hard-earned cash, and spend on themselves. After all, what's life really about anyways? Why? Money, of course. And once you have it, your troubles will be over. So get Filthy Rich for 3 easy payments of $39.99 plus a small slice of yourself. Order your copy now. Jesus says in Mark chapter 10, if you wish to honor God, go sell your possessions and give to the poor, and you will have treasure in heaven. Then you will honor me. Wow, there was a Baalat destroyer back again. Let's try one more out. Hey kids, you want it, you need it, and you deserve it. Yes, it's the original Mama Wonder Whopper. Great for parties, karaoke, swordplay, and sacrifice. It comes in a variety of decorative flavors and can be yours for just $19.99. Supplies are limited, so hurry. Order a Mama Wonder Whopper now. And we'll include a Mama Wonder watch and sunglasses for free. And if that's not enough, we'll double your order. That's right, 2 Mama Wonder Whoppers, 2 watches, and 2 pairs of sunglasses, all for the low TV price of $19.99. Order yours today. Jesus says in Luke chapter 12, don't worry about the things you need today or tomorrow, but seek first the kingdom of God and his righteousness, and all these things will be given to you. Well, the Baalat destroyer is not as fast as well today. Hey, it looks like we have another surprise back to check out. Hey kid, what's going on? Hi, I'm just here at the church for the youth group meeting. Oh, what are you doing? I learned about my faith in God through service projects and getting involved in church. Great, that's a pretty cool thing starting to do. What's it about? It's a Bible. I read it to help me put my faith into action. Well, if I'm not mistaken, that's a classic Baalat destroyer in its original form. Oh, really? Yes, it is. Hey, let's enjoy the Baalat destroyer in some illustrator videos. Oh, hi God. Mr. Baalat destroyer, take a look at this. It's a Bible, a classic version of the Baalat destroyer in its original form. Hey, that's awesome. Maybe we got a lot of that to know. Why don't you start us off today with some words in the Bible? Okay. Jesus said in Matthew chapter 16, if anyone wants to come after me, let him deny himself,
துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க ஐயா. புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க. துதியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க. உயரத்தில் ஏற்றி வச்சீங்க என்ன ஓஹோடு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க என்ன ஓஹோடு வாழ வச்சீங்க.
takes classes, so yeah, it doesn't matter how hard you practice if you make skill issues. Good afternoon, all. How are you all today? Good. Today is the final day of our vacation Bible study program. Finally. Today, for the final one, we are going to be learning about the Gospel of St. Matthew of chapter 18. A reading from the Holy Gospel according to St. Matthew. Glory to you, Lord Jesus Christ. One day, while preaching, Jesus said, Whenever you stand praying, forgive if you have anything against anyone, so that your Father also, who is in heaven, may forgive you your trespasses. Lord, if my brother or sister sins against me, how often should I forgive? As many as 7 times? Not 7 times, but I tell you 77 times. This is the Gospel of the Lord. Praise to you, Lord Jesus Christ. Please sit down. My dear children, did you understand what Jesus is trying to say? Not really. I know that Jesus was talking about forgiveness. But what does it mean by 7 times 70? That means 490 times? We are confused. Good question, Benjamin. In Jesus' time, the Pharisees and scribes taught the Jews that you must forgive your brother 3 times. By asking Jesus how many times to forgive, Peter thought that he is so generous. But Jesus is teaching us that you should forgive your brother from your heart. Jesus also says not to count how many times to forgive. Always forgive as our Father in heaven forgives our sins. Jesus himself showed an example while he was in the cross. He prayed to his Father, Father, they do not know what they are doing. Please forgive them. I hope you all will be practicing forgiveness in your day-to-day life. Today's session is over. You can go home now. God bless you. Did you hear what a priest said? Not to count how many times when you are forgiven someone? Is it possible? I don't know. I was not listening. I was thinking about the football match all the time. Oh yeah, we have the football match in the evening. Anyway, guys, it's not the time to discuss about Bible lesson. Don't forget about the football match in the evening. See you all on the ground. It cannot end in a tie. We have to win. Abida, what time is it? Don't get sassy. I'll tell Mom. Come on, just tell me the time. 5. 55 seconds till the recess is over. 55, 54, 53. Isaac. Not now. Okay, you know I have a surprise for you? Steven, please don't distract me. We're gonna win. Okay, but I want to tell you that Mom got us 2 tickets for us to go to Tater Park tomorrow. What? Tater Park? Wow! Oh no, Isaac could not catch the ball. What were you doing? Because of you, we lost the game. If I was the goalkeeper, we would have won. Steven, how many times have I told you to leave me alone? I lost this game because of you. We want a goalkeeper, not a goal sweeper. We want a goalkeeper, not a goal sweeper. Isaac. Please leave me alone. Isaac. Why are you sneaking around? You should not have behaved like this to Stephen at the ground. Who are you to advise me? All I did was give him the ball. He just fell over. It's not my fault. Maybe you should apologize. No, why should I apologize? He should apologize. It's because of him all my teammates think I'm a horrible player. Oh, I think they already know way before that you are a horrible player. Look, the selection for the new teams are going on. Hurry up. You're in, you're not in. Oh, Isaac, we have enough players. Maybe next time. Can I join your team? We had team selection done as well. Sorry, Isaac, no place for you. Wow, what wonderful friends I have.
Children, behave yourselves and sit properly. Today we are going to learn about forgiveness. Again? Have you ever had an experience when you needed to forgive someone? Actually, I recently heard a story about a kid whose entire life was messed up by a friend, but the friend did not seem to care. The kid felt that a so-called friend should say sorry to him, but the so-called friend would not, even though all the kid's friends would tease him and laugh at him, and they'd not let him play football anymore. We know who that is. What happened, Isaac? You look so gloomy. Oh, nothing. Oh, come on, Isaac. I know that something is bothering you. You know what happened the other day? Stephen distracted me and our team lost the game. It's because of Stephen they did not include me in this year's team, and everyone's laughing at me. I cannot study, pray, and I'm always angry and unhappy. I don't think Stephen did it purposely. He is your friend and he was so excited about Tato Park, and he did not want to wait until your match is over to tell you the surprise. What do you think? You should forgive him. Why should I? Do you know what Jesus said? Forgive one another from your heart. If you do that, your sins will be forgiven by Heavenly Father. Look at you now. You cannot focus on anything, and you are spending all your time in anger with Stephen. It feels so impossible. However, I think you're right, teacher. Maybe he was too excited. Oh God, I'm really sorry I was mad at Stephen, and I hurt him. Please help me not to be angry with Stephen. Please let me forgive him. Yeah, Stephen, I'm sorry I was mad at you. Yeah, I'm sorry too, for messing up your game. We are sorry, Isaac. Friends again? Friends. Wow, it's just an amazing feeling. Thank you, Jesus, for teaching us to forgive one another. We will be good children of God all the time.
यहोवा राजा है सामर्थ से भरा, अनादि परमेश्वर वो ना टलेगा। यहोवा राजा है सामर्थ से भरा, अनादि परमेश्वर वो ना टलेगा। हे युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बैठा बादशाह, वो है महान सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा। കണ്ടുമുട്ടുന്ന വിവിധ പ്രാർത്ഥനാ രീതികളിൽ ഒടുവിൽ അയാൾ യഥാർത്ഥ പ്രാർത്ഥനാ രീതിയിലേക്ക്
കെട്ടിക്കൊണ്ടതാണ് നാൽപ്പീടി കൂട്ടുകാരൻ ഈ ദൃശ്യാലക്കാരനോട് അവതരിപ്പിക്കും. ദയവായി Our story begins with a young man. Let's call him Alex. Alex has been going through some tough times lately. He lost his job, bills are piling up, and he's feeling lost and uncertain about the future. In an attempt to find some guidance, Alex's friend recommends that he go to church, and so with a heavy heart and a little hope, Alex goes to church the following Sunday. Okay, just repeat after me. I thank you, Lord. I thank you, Lord, for dying for my sins, for dying for my sins, for raising from the dead. for raising from the dead. I just make you my Lord and Savior. I just make you my Lord and Savior. Come into my heart. Come into my heart. In Jesus' name. In Jesus' name. Amen. Amen. That's it. That's it? That's it, man. You're a Christian. Oh my goodness. Yeah, congratulations. Congratulations. Awesome, awesome. Thank you. Look, I gotta go walk my fish. But hey, don't forget to pray. Alright. See you, man. Wait, how do you pray? Oh, excuse me, sir. Do you know how to pray? Yeah, sure. Can you teach me? Alright, great, no problem. Yeah, sure, okay. Well, let's see. Let's just get down on our knees, okay? You always have to get down on your knees. Oh, really? Yes, always. Okay. Okay, so put your hands like this. Okay. Arch your back just a little bit. Now, put your head down, close your eyes, and make sure you have your eyes closed, or God's not going to hear you, okay? Just repeat after me. O sovereign Lord. O sovereign Lord. Thou art most holy in all the earth. Thou art most holy in all the earth. Your glory shines from mountains to valleys. Your glory shines from mountains to valleys. Okay, good. So you can do this. You can put your hands like this, or you can also do it like this. Lord, you are so wonderful. Your seraphim and cherubim surround thee day and night, crying, Holy, holy, holy is the Lord God Almighty. Wait, say that again? Your seraphim and cherubim surround thee day and night, crying, Holy, holy, holy is the Lord God Almighty. Your seraphim, cherubim, day and night, crying. You know what? That's good. Just keep practicing. You're doing great. Just keep practicing. I gotta go now. Okay. O God Most High, you have saved me from the valley of the shadow of death. Almighty Father, thy works make me. Yo, what's up, man? What you doing? I'm praying. That's not how you pray, bruh. Come on, ain't nobody got time for that. Check it out. You ain't gotta be religious or anything, okay? Just repeat after me. My brother, from a virgin mother, you are so good to me. You are so good to me. You keep me out of the hood. You keep me out of the hood. And you pay for all my sins. Glory to God. For shizzle and nizzle. You give me my daily grizzle. And you forgive all my shizzle. Yeah, that's what's up, man. Just keep working on it. Just keep practicing. Yeah, peace out. Yo, G-Wizzle, what's up? You know my heart. You know me. How you doing? Excuse me, sir. What are you doing? Praying. That is not how you pray. No. That is completely disrespectful, okay? You have no respect. Let me show you how to do it. First of all, you have to beg for your life. God is angry, very angry. So you have to have respect. Follow me. Oh God, forgive us. Oh God, forgive us. I am such a terrible, ugly, despicable worm. I'm such a terrible, ugly, despicable worm. Forgive your sins of your people. Forgive the sins of your people. You're doing great. That is how you pray. Is God gonna kill me? He might. Make sure you ask for forgiveness every 5 minutes. Okay, have a good time. Jesus, I don't know what I'm apologizing for. Don't kill me. I just want to say. What are you doing? Praying.
That is not how you pray. Come on, get up. First of all, be a man. Don't be begging for your life. You don't have to beg God to get something, alright? You gotta tell him what to do. Let me show you how to do it, alright? Is God gonna kill me? He's not gonna kill you. He's scared of you. Come on, now put your hands out like this. Ooh, Lord, how come you didn't answer my prayer last week? You know Joey Bag of Donuts is after me? I didn't lose that bag of money. You know Joey Bag of Donuts? Yeah, I know Joey Bag of Donuts. You know Joey? Yeah. Never mind. Lord, if you don't answer my prayer, you're gonna be swimming with the fishes. Try walking on water with cement shoes on your feet. That's it. That's how you do it, buddy. I gotta go put up the bakery. Just see. Alright. Jesus, I want something. Give me something. I got a list for you. It's not a naughty or nice list, it's my Christmas list. But early. Alright, first of all, I want gold. I want a new house that's gold. I want a gold chair, a gold driveway, and a gold wife. And also a gold fish. That's pretty easy. Secondly, I want some money, along with the gold. Different types of commodities and stuff. Now the thing is, if you don't get this to be by tomorrow... Doing so? Who are you? Wait, where are you? I'm the Holy Spirit, and I am inside of you. Well, I'm praying. And who told you to pray like that? The guys. Son, you don't have to put on a show for God when you pray. You don't have to pretend. He knows your heart. He does? That's right, he does. Just be yourself. Just talk to him like he was standing right in front of you. Like you were talking to your own father. Go ahead, try it. Hi. Hi. You know, I haven't known you for very long. But people are telling me about you and who you are. I don't know what's right. That's alright, son. I'm living inside of you now and I will show you what's right. I promise. You will? When you pray to God, just make sure you make time to listen and he will speak to you. Okay, but how do I pray? Just talk. Just talk like your buddies, like your best buds. Okay, like this? That's right, exactly like this. And pray with confidence that God will do the things he's promised for you. How's that sound? Awesome, thanks. For sure, son. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു അവിടെയാണീശ്വരന്റെ വാസം സ്നേഹമാണീശ്വരന്റെ രൂപം Because
உயிரின் நாதனே உலகின் நாதியே இருளின் வீதியில் திரியா நீ வரൂ உயிரின் நாதனே உலகின் நாதியே இருளின் வீதியில் திரியா നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാ നീ വരൂ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നില്ല നെഞ്ചു നീരിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ ഉയിരിൻ നാഥനേ എന്റെ ദൈവമേ, ലോകം മുഴുവൻ വിറപ്പിച്ചുകൊണ്ടല്ലേ ഗോലിയാത്ത് വന്നത്. നേരിടാൻ ചങ്കുറപ്പുള്ള ഒരൊറ്റൊരുത്തനും ഇസ്രായേലിലെങ്ങും ഇല്ലതാനും. എന്താ ചെയ്യല്ലേ? അപ്പോൾ ദാ വരുന്നു. ആരാ? ഇടയ പയ്യനായ ദാവീദ്. ഈ മല്ലനോട് ഇവനെന്ത് ചെയ്യാനാ? ആ, നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം, നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം, കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം. നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം, നല്ല മല്ലനായ ഗോലിയാത്ത് തന്റെ രൂപം കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം, കണ്ട ദേവി രണ്ട് പോയി മർത്യജാലം. അമ്പമ്പോ നീ ആര്, മല്ലൻ ഗോലിയാത്തോ, അയ്യയ്യോ നീ ആര്,
കല്ല് പോലുറച്ച നെഞ്ച് നല്ല പോൽ വിരിച്ച് പല്ലിളിച്ച് കൊല വിളിച്ചു നിന്നു ഗോലിയാത്തും ആരുമില്ലവന്റെ മുമ്പിലൊന്നു ചെന്നു നിൽക്കാൻ ഇസ്രയേല് തോറ്റു തുന്നം പാടുമെന്നുറപ്പായി എന്തു ചെയ്യുമെന്ന ചിന്തയാലേ വെന്തു നൊന്തു നീരിടുന്നു രാജരാജനുള്ളം ഒക്കെ ദൂരെ നിന്ന് കണ്ട കൊച്ചു പയ്യൻ ദാവീദ് തക്ക നേരം നോക്കി വന്നു മന്നവന്റെ മുന്നിൽ അങ്ങനുവദിച്ചു യാത്രയാക്കുമെന്നതായ എങ്ങനെയും ഇന്നിവന്റെ കഥ കഴിച്ചിടും ഞാൻ കൊച്ചു പയ്യനെന്തു പറ്റി എന്നതായി രാജൻ പൂച്ചയോടു ചുണ്ടലിക്ക് പൊരുതി വിജയമുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കല്ല് സഞ്ചിയിൽ കരുതി വെച്ച് കവണിയോടെ കേറി വന്നു ദാവീദ് ചാകുവാനുറച്ചു കൊച്ചനെത്തിടുന്ന നേരം കൂകിയാർത്ത് കൊണ്ടു പാഞ്ഞെടുത്തുവല്ലോ മല്ലൻ ദൈവനാമമുള്ളിലോർത്തു ധീരനായി ദാവീദ് ഏതു കല്ല് കവണി കൊണ്ടവന്റെ നെറ്റി നോക്കി കുന്തമല്ല വാളുമല്ല ദൈവമാണു ശക്തി ദൈവമുണ്ട് കൂടെയെങ്കിലെപ്പോഴും ജയിക്കാം ദൈവമുണ്ട് കൂടെയെങ്കിലെപ്പോഴും ജയിക്കാം
ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയെന്നുറക്കം വന്നില്ല ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയെന്നുറക്കം വന്നില്ല ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടി ഒന്നെങ്കിലും കുഞ്ഞാടി നീ എന്റേതല്ലേ കുഞ്ഞാടി തള്ളിക്കളയാൻ
എടി അന്നാമോ, ഞാനിത് എത്ര പ്രാവശ്യം അത് വിളിക്കണു? നീ അവിടെ എന്തെടുക്കുവാ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് പോകുന്നേ? അടുക്കളയിൽ എനിക്ക് തിരക്ക് പണിയില്ലേ? ഹോ, ചായ കിട്ടാത്തന്നെ ദേഷ്യമായിരിക്കും അല്ലേ? എടി, ഇതൊക്കെ എങ്ങനെ എടുത്തു നോക്കിക്കേ. എന്നാൽ ആവും വിധമൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മക്കളും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമാക്കണമായിരുന്നു. ഇതൊക്കെ മതിയെന്നേ, വേറെ ആരും ഇല്ലല്ലോ. പള്ളിയിലെ അച്ഛനും മക്കളും നമ്മളും മാത്രമല്ലേ ഉള്ളൂ. ഹലോ ഹലോ, ആ അതെന്താ ഇങ്ങനെ പെട്ടെന്ന്? ഇപ്പഴാ? എനിക്കറിയില്ല എന്താ ഞാൻ എന്താ എന്നാ പറ്റിയെന്ന്? നിങ്ങൾ ഓക്കെ അല്ലേ? എന്താ? അവര് വന്നില്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന്. എന്തു പറ്റി രണ്ടാൾക്കും ഒരു സന്തോഷവും ഇല്ലാതിരിക്കണത്? ഇത്രയും വലിയ ജൂബിലി ആഘോഷമായിട്ട് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? എൻ്റെ അച്ചോ, എന്നാ പറയാനാ. മകൻ്റെ ഫോൺ വന്നിരുന്നു. അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തൊട്ട് ഇരിക്കുന്ന ഇരിപ്പായത്. എന്റെ ഈ നെഞ്ചിലിട്ട് വളർത്തിയതാ ഞാൻ അവനെ. എന്നിട്ട് ഈ അപ്പനൊന്ന് കാണുവാൻ അവൻ ആഗ്രഹമില്ലാണ്ട് പോയില്ലേ? കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയതല്ലേ ഞാൻ. പഠിപ്പില്ലാതെ വല്ല കൂലിപ്പണിക്കും പോയിരുന്നെങ്കിൽ അവന് എൻ്റെ കൂടെ ഉണ്ടായേനെ. നിങ്ങൾ എന്നെത്തിനാ മനുഷ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സാരമില്ലാന്നേ. എന്നും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതോർത്ത് നമുക്ക് സമാധാനിക്കാം. അവൻ 2 ദിവസം മുൻപ് എന്നെ വിളിച്ചപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതാണല്ലോ. എന്നാലും എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് കരുതി എല്ലാം വെറുതെയായി. എത്ര നാളായി മക്കളെ നേരിട്ട് കണ്ടിട്ട്? വെള്ളപ്പൊക്കവും കൊറോണയും എല്ലാം കൂടി 3-4 വർഷമായി അവർ നാട്ടിൽ വന്നിട്ട്. വീട് പോലും ഇപ്പൊ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ ആവോ? അവർക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കാണും, അല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. അവൻ വന്നിട്ട് പള്ളിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്, അതും വെള്ളത്തിലായി. അച്ഛന് പള്ളിയിലെ കാര്യങ്ങൾ ആ കുഞ്ഞുമക്കൾക്ക് ഞങ്ങളെ കണ്ട മനസ്സിലാകുമോ അച്ഛാ? ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും വളരെ വിഷമമാണ്. ഇവളെന്നോട് പറഞ്ഞതാ ഇത് വലിയ ആഘോഷമായിട്ട് നടത്തണമെന്ന്. അങ്ങനെ ഇവള് പറയുന്നതും കേട്ട് ലോകം മുഴുവൻ ക്ഷണിച്ചിരുന്നെങ്കിൽ നാണം കെട്ടുപോയേനെ. ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ ഇന്ന് നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ച് കേക്കെല്ലാം മുറിച്ച് നമുക്ക് അങ്ങോട്ട് ആഘോഷമാക്കിയേക്കാം. Hi, good morning, Mummy. Many returns of the day. ദേ കണ്ടോ,
നമ്മുടെ മക്കൾ പൂക്കൾ കൊടുത്തുവിട്ടിരിക്കുന്നു. എന്റെ നെഞ്ചത്തേക്ക് വെക്കടി, സൂക്ഷിച്ചു വെച്ചോ. എന്നിട്ട് ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ നെഞ്ചത്ത് തന്നെ വെക്കണം കേട്ടോ. എന്നതാണ് എൻ്റെ തോമച്ചായ, ഇങ്ങനെയൊക്കെ പറയാമോ? എങ്ങനെയൊക്കെ അച്ഛാ, ഞാനെങ്ങാനും വീണ് പോയാ ഇവനൊക്കെ തിരിഞ്ഞു നോക്കുവോ? ഇവക്ക് പിന്നെ വേറെ ആരാ ഉള്ളത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്കറിയില്ലല്ലോ അവർക്ക് എന്താ പറ്റിയതെന്ന്. അത് തന്നെയാ ഞാനും പറയുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കിയതാ, കിട്ടുന്നില്ല. എന്റെ പൊന്നച്ചോ, എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാണ്. കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. കുഞ്ഞുമക്കളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എന്റെ കുഞ്ഞുമോളില്ലേ, ചില്ല് പൊട്ടണത് പോലെയാ അവളുടെ വർത്തമാനം പറയണത്. അതൊക്കെ മരിക്കുന്ന മുമ്പൊന്ന് കാണണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള പോർക്ക് ഫ്രൈയും കറികളും അതും പോരാഞ്ഞിട്ട് യൂട്യൂബ് നോക്കി എന്തുപാടി നീ ഉണ്ടാക്കിയത്? അതോ ചിക്കൻ ലോലിപോപ്പ്. പിന്നെ ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ അരിയുണ്ട. മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അച്ചായനെന്ന് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്ന കോൺഫ്ലെക്സ് ഇല്ലേ, അങ്ങനെ ഏതാണ്ടൊക്കെ ഓരോ സാധനം. അച്ഛാ, അച്ഛന് ഞാനൊന്നും തന്നില്ലല്ലോ. ഞാൻ പോയി ഒരു അരിയുണ്ട എടുത്തോണ്ട് വരാവേ. നീയോ? നീ ഇതെവിടെയായിരുന്നു? എടി അന്നമ്മേ, നമ്മുടെ മക്കള് വന്നു. ഞങ്ങളെ ഒന്ന് സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഫോൺ ചെയ്യാതിരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി, കൊള്ളാം. ഈ പ്രായമായിട്ടിരിക്കുന്ന കാരണന്മാരുടെ മുമ്പിലാണ് സർപ്രൈസ് കാണിക്കുന്നത് അല്ലേ? എന്റെ മോനെ ഇപ്പൊ കാണായിരുന്നു. സന്തോഷമെല്ലാം മാറി. ഇപ്പൊ ശവടെ കൂടേണ്ടി വന്നേനെ. കണ്ടു വച്ചാ, ദേ എന്റെ മക്കള് വന്നു. അച്ഛാ, വലിയ ഒരു ആഘോഷമായിട്ട് നടത്തണമെന്നായിരുന്നു അമ്മയുടെയും എൻ്റെയും എല്ലാം ആഗ്രഹം. ഇതിനെല്ലാം സാധിക്കാതെ പോയിട്ടുള്ള ഒരു കൂട്ടം മാതാപിതാക്കളില്ലേ, ഈ ഓർഫനേജിലൊക്കെ ഉള്ള മാതാപിതാക്കളില്ലേ, അവരോടൊപ്പം ആഘോഷിക്കാമെന്ന് വിചാരിച്ചാ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെ ആയത്. എന്നാലല്ലേ നമ്മുടെ കുട്ടികൾക്കെല്ലാം സ്നേഹം എന്തെന്ന് മനസ്സിലാവുള്ളൂ. അതെ, ഒരു കാര്യം മറന്നുപോയി. മക്കളെ ഇങ്ങോട്ട് വാ. അപ്പാപ്പയ്ക്കും അമ്മയ്ക്കും അച്ഛനും മക്കളൊരു സ്തുതി കൊടുത്തേ. അച്ഛാ, കുടുംബത്തില് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുന്ന കുഞ്ഞുങ്ങളെ കസ്തൂരി മണക്കുന്നവരാകും എന്നാ തട്ടിപ്പിതാവ് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞത്. സ്തുതി കൊടുക്കുന്നതിനെ കസ്തൂരി കൊള്ളുക എന്നുകൂടി പറയാറുണ്ട് പോലും. എന്നാ ഞാനും തരട്ടെ ഒരു സ്തുതി. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇതിനൊരു സൗന്ദര്യമുണ്ട്. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് കാണുമ്പോൾ അതിലൂടെ ഒരുമയുടെ തിരുക്കുടുംബത്തെ ഓർമ്മിച്ചെടുക്കുവാനും അത് നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കട്ടെ. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി. മനസ്സ് കൊണ്ട് നേരാം ആശംസ. ചുവടുവച്ചു പാടാം ശുഭരാത്രി. മനസ്സ് കൊണ്ട് നേരാം ആശംസ. അവസാനിക്കുകയാണ്.
ഡ്രസ്സ് അത് വളരെ ആപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് അമ്മമാരുടെയും അതുപോലെ കുട്ടികളുടെ പല പരിപാടികൾ